ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത ഭരണഘടനയുടെ രണ്ടാമത്തെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ 23ാമത്തെ പാർട്ടാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ ടോപ്പിക്കാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടന പാർട്ട് 2. ഭരണഘടനയുടെ രൂപീകരണം. ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കാൻ എടുത്ത സമയം 2 വർഷം 11 മാസം 18 ദിവസം. ഭരണഘടന നിർമ്മാണം പൂർത്തിയാക്കാൻ എടുത്ത സമയം എത്രയാണ്? 2 വർഷവും 11 മാസവും 18 ദിവസവുമാണ്. പക്ഷേ PSCയുടെ ചില ഉത്തര സൂചകങ്ങളിൽ 17 ദിവസം എന്നും കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സാധാരണ ചലഞ്ചിന് പോയി കഴിഞ്ഞാൽ ഡിലീഷൻ ആവാനാണ് സാധ്യത. ഭരണഘടനയുടെ നിർമ്മാണത്തിന് ചെലവായ തുക എത്രയാണ്? 64 ലക്ഷം രൂപയാണ്. ഭരണഘടനയുടെ നിർമ്മാണത്തിന് ചെലവായ തുക എത്രയാണ്? 64 ലക്ഷം രൂപയാണ്. പൊതുജനാഭിപ്രായം അറിയാനായി ഭരണഘടനയുടെ കരട് രൂപം ഇന്ത്യയിലെ പ്രധാന പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചത് എന്നാണ്? 1948 ഫെബ്രുവരി 28-നാണ്. പൊതുജനാഭിപ്രായം അറിയാനായി ഭരണഘടനയുടെ കരട് രൂപം ഇന്ത്യയിലെ പ്രധാന പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചതെന്നാണ്? 1948 ഫെബ്രുവരി 28-നാണ്. ഭരണഘടനയുടെ പൂർണ്ണ രൂപം ആദ്യമായി അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് എന്നാണ്? 1948 നവംബർ 4-നാണ്. ഭരണഘടനയുടെ പൂർണ്ണ രൂപം ആദ്യമായി അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചതെന്നാണ്? 1948 നവംബർ 4-നാണ്. 1948 നവംബർ മാസം 9-ാം തീയതി വരെ ഭരണഘടനാ നിർമ്മാണ സമിതി അതിന്മേൽ ചർച്ചകൾ നടത്തി. സമിതിയിൽ ഭരണഘടന രണ്ടാമതും വായിക്കപ്പെടുകയും, അതായത് രണ്ടാമത് വായിച്ചത് 1948 നവംബർ 15 മുതൽ 1949 ഒക്ടോബർ 17 വരെ. അതുമായി ബന്ധപ്പെട്ട് ഏകദേശം 7653 ഭേദഗതികൾ നിർദ്ദേശിക്കപ്പെടുകയും അവയിൽ 2473 നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. 1949 നവംബർ 14-ന് മൂന്നാമതും ഭരണഘടന വായിക്കുകയും അതിനുശേഷം ഭരണഘടന അംഗീകരിക്കാനുള്ള പ്രമേയം BR അംബേദ്കർ അവതരിപ്പിക്കുകയും ചെയ്തു. ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് ഈ ഒരു വർഷമൊക്കെ ഓർത്തു വെച്ചോ. PSC ഒരു 1000 തവണ ചോദിച്ച ചോദ്യമാണ് ഇതൊക്കെ. 1949 നവംബർ 26-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത്. 1949 നവംബർ 26 ദേശീയ നിയമ ദിനമായി ഭാരതത്തിൽ ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26-നാണ്. ദേശീയ നിയമ ദിനമായി ഭാരതത്തിൽ ആചരിക്കുന്നത് നവംബർ 26-നാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചതെന്നാണ്? 1950 ജനുവരി 24-നാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചതെന്നാണ്? 1950 ജനുവരി 24-നാണ്. ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 284-ആണ്. ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 284-ആണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26-നാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്നാണ്? 1950 ജനുവരി 26-നാണ്. ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുക്കാൻ ഒരു ചരിത്രപരമായ വസ്തുതയുണ്ട്. 1929 ലാഹോർ സെഷൻ പ്രകാരം 1930 ഇതേ ദിവസമാണ് പൂർണ്ണ സ്വരാജ് ദിവസമായി ആഘോഷിച്ചത്. ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുക്കാൻ ഒരു ചരിത്രപരമായ വസ്തുതയുണ്ട്. 1929 ലാഹോർ സെഷൻ പ്രകാരം 1930 ഇതേ ദിവസമാണ് പൂർണ്ണ സ്വരാജ് ദിവസമായി ആഘോഷിച്ചത്. ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടതെന്നാണ്? 1950 ജനുവരി 26-ആണ്. ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടതെന്നാണ്? 1950 ജനുവരി 26-ആണ്. ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 അനുച്ഛേദം
8 പട്ടികകളും 22 ഭാഗങ്ങളും ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും 22 ഭാഗങ്ങളും ഉണ്ടായിരുന്നു. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ 470 അനുച്ഛേദങ്ങളും 12 പട്ടികകളും 25 ഭാഗങ്ങളുമാണ് ഉള്ളത്. മുമ്പ് 395 അനുച്ഛേദവും 8 പട്ടികയും 22 ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ 470 അനുച്ഛേദങ്ങളും 12 പട്ടികകളും 25 ഭാഗങ്ങളുമാണ് ഉള്ളത്. ഇന്ത്യയുടെ കോമൺവെൽത്ത് അംഗത്വത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതെന്നാണ് 1949 മെയ്യിലാണ്. ഇന്ത്യയുടെ കോമൺവെൽത്ത് അംഗത്വത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതെന്നാണ് 1949 മെയ്യിലാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചതെന്നാണ് 1947 ജൂലൈ 22-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് 1947 ജൂലൈ 22-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചതെന്നാണ് 1950 ജനുവരി 24-നാണ്. അതേപോലെ ദേശീയ ഗീതത്തെയും അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് 1947 ജൂലൈ 22-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ മുദ്രയെ അംഗീകരിച്ചതെന്നാണ് 1950 ജനുവരി 26-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ മുദ്രയെ അംഗീകരിച്ചത് 1950 ജനുവരി 26-നാണ്. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ കലണ്ടറിനെ അംഗീകരിച്ചതെന്നാണ് 1957 മാർച്ച് 22-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ കലണ്ടറിനെ അംഗീകരിച്ചത് 1957 മാർച്ച് 22. ദേശീയ മുദ്രയെ അംഗീകരിച്ചത് 1950 ജനുവരി 26-നാണ്. ഭരണഘടനയുടെ കൈയെഴുത്തു പ്രതി തയ്യാറാക്കിയത് ആരാണ്? പ്രേം ബിഹാരി നരേൻ റായ്സദയാണ്. ഭരണഘടനയുടെ കൈയെഴുത്തു പ്രതി തയ്യാറാക്കിയത് ആരാണ്? പ്രേം ബിഹാരി നരേൻ റായ്സദയാണ്. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ലേ ഔട്ട് തയ്യാറാക്കിയത് ആരാണ്? നന്ദലാൽ ബോസ് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ലേ ഔട്ട് തയ്യാറാക്കിയത് ആരാണ്? നന്ദലാൽ ബോസ് ആണ്. ഭരണഘടനയുടെ ഹിന്ദി കൈയെഴുത്ത് പതിപ്പ് തയ്യാറാക്കിയത് ആരാണ്? വസന്ത് കൃഷ്ണ വൈദ്യയാണ്. ഭരണഘടനയുടെ ഹിന്ദി കൈയെഴുത്ത് പതിപ്പ് തയ്യാറാക്കിയത് ആരാണ്? വസന്ത് കൃഷ്ണ വൈദ്യയാണ്. ഭരണഘടനയുടെ ഹിന്ദി കൈയെഴുത്ത് പതിപ്പ് മനോഹരമാക്കിയത് നന്ദലാൽ ബോസ് ആണ്. ഭരണഘടനയുടെ ഹിന്ദി കൈയെഴുത്ത് പതിപ്പ് മനോഹരമാക്കിയത് ആരാണ്? നന്ദലാൽ ബോസ് ആണ്. അതുപോലെ അടുത്ത ടോപ്പിക്കാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ കമ്മിറ്റികൾ. ഒരുപാട് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഭരണഘടന നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവിധ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനായി 8 മേജർ കമ്മിറ്റികളും അനേകം മൈനർ കമ്മിറ്റികളും ഉണ്ടായിരുന്നു. 8 മേജർ കമ്മിറ്റികളും 11 മൈനർ കമ്മിറ്റികളുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവിധ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനായി എത്ര മേജർ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു? 8 മേജർ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. എത്ര മൈനർ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു? 11 മൈനർ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. മേജർ കമ്മിറ്റികൾ ഏതൊക്കെയെന്ന് നമ്മൾ നോക്കാം. ഒന്ന് യൂണിയൻ പവർ കമ്മിറ്റി. ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇതിന്റെ ചെയർമാൻ. യൂണിയൻ പവർ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പം യൂണിയൻ പവർ കമ്മിറ്റിയുടെയും യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെയും ചെയർമാൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അതുപോലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ നിരന്തരമായിട്ട് BSc ചോദിച്ചതാണ് ഇത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആരാണ്? സർദാർ BR അംബേദ്കർ ആണ്. BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാന്. അതുപോലെ മൗലിക അവകാശ കമ്മിറ്റി, ന്യൂനപക്ഷ ആൻഡ് ട്രൈബൽ കമ്മിറ്റി ആരാണ് ചെയർമാൻ? സർദാർ വല്ലഭായ് പട്ടേലാണ്. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. സ്റ്റേറ്റ്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്.
അപ്പം ഏതൊക്കെയാണ്? യൂണിയൻ പവർ കമ്മിറ്റിയുടെയും യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെയും സ്റ്റേറ്റ്സ് കമ്മിറ്റിയുടെയും ചെയർമാൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ബി ആർ അംബേദ്കർ ആണ്. മൗലികാവകാശ കമ്മിറ്റി ആൻഡ് ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റി എന്നിവയുടെ ചെയർമാൻ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അതുപോലെ സ്റ്റേറ്റ്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ജവഹർലാൽ നെഹ്റു. സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ പറ്റി ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി 22 കമ്മിറ്റികൾ അടങ്ങിയ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റിയാണത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. 22 കമ്മിറ്റികൾ അടങ്ങിയ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റിയാണ് ഇത്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് എന്നാണ്? 1947 ഓഗസ്റ്റ് 29-നാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് എന്നാണ്? 1947 ഓഗസ്റ്റ് 29-നാണ്. അതുപോലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. 1947 ആഗസ്റ്റ് 29-നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ആകെ അംഗങ്ങൾ എത്ര പേരാണ്? 7 പേരാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ എത്ര പേരാണ്? 7 പേരാണ്. ഈ അംഗങ്ങളെ PSC പല തവണയായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് 1947 ഓഗസ്റ്റ് 29. ചെയർമാൻ ആരാണ്? BR അംബേദ്കർ ആണ്. എത്ര അംഗങ്ങളുണ്ട്? 7 അംഗങ്ങളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അടുത്തത് നമുക്ക് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. പിന്നെയുള്ള ആളുകൾ ആരൊക്കെയാണ്? KM മുൻഷി ഉണ്ട്, മുഹമ്മദ് സാദുള്ളയുണ്ട്, അല്ലാടി കൃഷ്ണസ്വാമി അയ്യരുണ്ട്, എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ഉണ്ട്, BL മിത്തലുണ്ട്, അതുപോലെ DP ഖൈത്താൻ എന്നിവരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ. അപ്പോൾ ആരൊക്കെയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ? ഡോക്ടർ BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, അതുപോലെ N ഗോപാലസ്വാമി അയ്യങ്കാർ, പിന്നെ ആരാണ്? BL മിത്തൽ, DP ഖൈത്താൻ എന്നിവരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ. 7 അംഗങ്ങളാണുള്ളത്. 1947 ആഗസ്റ്റ് 29-നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ്, ആധുനിക മനു എന്നിവയൊക്കെ അറിയപ്പെടുന്ന ആരാണ്? BR അംബേദ്കറിനെയാണ് ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ്, ആധുനിക മനു എന്നിങ്ങനെ അറിയപ്പെടുന്നവരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. പലതവണ PSC ചോദിച്ചിട്ടുണ്ട്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പരാമർശിച്ചതാരാണ്? നസറുദ്ദീൻ അഹമ്മദ് ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പരാമർശിച്ചതാരാണ്? നസറുദ്ദീൻ അഹമ്മദ് ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചതാരാണ്? നസറുദ്ദീൻ അഹമ്മദ് ആണ്. അടുത്ത ടോപ്പിക് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിച്ചവർ. വളരെ പ്രധാനപ്പെട്ടത് നമുക്കൊന്ന് പഠിക്കാം. ഇന്ത്യൻ ഭരണഘടനയെ ക്വാസി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? KC വെയർ ആണ്. ഇന്ത്യൻ ഭരണഘടനയെ ക്വാസി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? KC വെയർ ആണ്. ഇന്ത്യൻ ഭരണഘടനയെ കോ ഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ഗ്രാൻവില്ലെ ഓസ്റ്റിൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയെ കോ ഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ഗ്രാൻവില്ലെ ഓസ്റ്റിൻ ആണ്. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയെ ഫെഡറേഷൻ വിത്ത് എ സെൻട്രലൈസിംഗ് ടെൻഡൻസി എന്ന് വിശേഷിപ്പിച്ചത് ഐവർ ജെന്നിങ്സ് ആണ്. ഇന്ത്യൻ ഭരണഘടനയെ ഫെഡറേഷൻ വിത്ത് എ സെൻട്രലൈസിംഗ് ടെൻഡൻസി എന്ന് വിശേഷിപ്പിച്ചത് ഐവർ ജെന്നിങ്സ് ആണ്. ഇന്ത്യൻ ഭരണഘടനയെ ബാർഗെയിനിങ് ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മോറിസ് ജോൺസ് ആണ്. ബാർഗെയിനിങ് ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മോറിസ് ജോൺസ് ആണ്. ഇന്ത്യൻ ഭരണഘടനയെ എക്സ്ട്രീംലി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? പൗൾ ആപ്പിൾബി ആണ്. ഇന്ത്യൻ ഭരണഘടനയെ എക്സ്ട്രീംലി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചത് പൗൾ ആപ്പിൾബി ആണ്. ഇന്ത്യൻ ഭരണഘടനയെ നിയമജ്ഞരുടെ പറുദീസ എന്ന് വിശേഷിപ്പിച്ചത് ഐവർ ജെന്നിങ്സ് ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഓർത്തു വെച്ചോ.
വളരെ പ്രധാനപ്പെട്ടത് ഈ ഒരു പോയിന്റാണ്. ഇന്ത്യൻ ഭരണഘടനയെ നിയമജ്ഞരുടെ പറുദീസ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഐവർ ജെന്നിങ്സ് ആണ്. ഈ ഒരു പോയിന്റ് ഓർത്തു വെച്ചോ. അതുപോലെ ക്വാസി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? KC വെയർ ആണ്. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളാണ് അടുത്തത് നമ്മൾ നോക്കുന്നത്. എന്തൊക്കെയാണ്? ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇന്ത്യയെ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് വിളിക്കാവുന്നതാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇന്ത്യയെ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് വിളിക്കാവുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യയെ ഒരു സ്വതന്ത്ര ജനാധിപത്യ രാഷ്ട്രമായാണ് നിർവചിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യയെ ഒരു സ്വതന്ത്ര ജനാധിപത്യ രാഷ്ട്രമായാണ് നിർവചിച്ചിരിക്കുന്നത്. ഭരണഘടന പ്രകാരം ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത ഫെഡറൽ സംവിധാനമാണ് നിലനിൽക്കുന്നത്. ഭരണഘടന പ്രകാരം ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത ഫെഡറൽ സംവിധാനമാണ് നിലനിൽക്കുന്നത്. ഭരണഘടന പ്രകാരം ക്വാസി ഫെഡറൽ ഭരണ സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. ഭരണഘടന പ്രകാരം ക്വാസി ഫെഡറൽ ഭരണ സംവിധാനമാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. ഫെഡറൽ എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഭാഗത്തും പരാമർശിക്കുന്നില്ല. ഫെഡറൽ എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഭാഗത്തും പരാമർശിക്കുന്നില്ല. ഇന്ത്യൻ ഭരണഘടന പ്രകാരം നിയമനിർമ്മാണം താരതമ്യേന എളുപ്പവും എന്നാൽ നിയമ ഭേദഗതി പ്രയാസകരവുമാണ്. അപ്പോൾ ഈ പോയിന്റുകളൊന്ന് ഓർത്തു വെച്ചോ. ഭരണഘടനയിൽ നിന്ന് കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ചോദ്യകർത്താവ് ഇടാൻ ഉദ്ദേശിച്ചാൽ ഈ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചൊക്കെ ഇടാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ സാധാരണ +2 ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു പോയിന്റ്സ് ഒന്നുകൂടെ വായിക്കാം. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇന്ത്യയെ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് വിളിക്കാവുന്നതാണ്. രണ്ടാമത്തത്, ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യയെ ഒരു സ്വതന്ത്ര ജനാധിപത്യ രാഷ്ട്രമായാണ് നിർവചിച്ചിരിക്കുന്നത്. മൂന്നാമത്തത്, ഭരണഘടന പ്രകാരം ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത ഫെഡറൽ ഭരണ സംവിധാനമാണ് നിലനിൽക്കുന്നത്. ഭരണഘടന പ്രകാരം ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത ഫെഡറൽ സംവിധാനമാണ് നിലനിൽക്കുന്നത്. ഭരണഘടന പ്രകാരം ക്വാസി ഫെഡറൽ ഭരണ സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. ഭരണഘടന പ്രകാരം ക്വാസി ഫെഡറൽ ഭരണ സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. ഫെഡറൽ എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഭാഗത്തും പരാമർശിക്കുന്നില്ല. അടുത്തത്, ഇന്ത്യൻ ഭരണഘടന പ്രകാരം നിയമനിർമ്മാണം താരതമ്യേന എളുപ്പവും പക്ഷേ നിയമ ഭേദഗതി പ്രയാസകരവുമാണ്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം നിയമനിർമ്മാണം താരതമ്യേന എളുപ്പവും എന്നാൽ നിയമ ഭേദഗതി പ്രയാസകരവുമാണ്. അപ്പോൾ ഈ ഒരു 7 പോയിന്റുകളും ഒന്ന് ഓർത്തു വെച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റ് പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? പാർലമെന്ററി ഭരണ സമ്പ്രദായമാണ്. മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, നിയമവാഴ്ച, സംയുക്ത ഭരണ വ്യവസ്ഥ, അതുപോലെ എഴുതപ്പെട്ട ഭരണഘടന, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്നിവയാണ് മറ്റു പ്രധാനപ്പെട്ട സവിശേഷതകൾ. എന്തൊക്കെയാണ്? പാർലമെന്ററി ഭരണ സമ്പ്രദായം, അതുപോലെ മൗലികാവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, പിന്നെന്താണ്? നിർദ്ദേശക തത്വങ്ങൾ, നിയമവാഴ്ച, സംയുക്ത ഭരണ വ്യവസ്ഥ, എഴുതപ്പെട്ട ഭരണഘടന, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. അപ്പോൾ ഇതിലെ കുറച്ച് പോയിന്റുകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതായത് മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നമുക്ക് വരും ക്ലാസ്സുകളിൽ അതൊക്കെ പഠിക്കുന്നതാണ്. അപ്പം ഭരണഘടനയുടെ മറ്റ് പ്രധാന സവിശേഷതകൾ: പാർലമെന്ററി ഭരണ സമ്പ്രദായം, മൗലിക അവകാശം, മൗലിക കർത്തവ്യം, നിർദ്ദേശകത്വങ്ങൾ, നിയമവാഴ്ച, സംയുക്ത ഭരണവ്യവസ്ഥ, എഴുതപ്പെട്ട ഭരണഘടന, അതുപോലെ എന്താണ്? സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സഭയെ ഹിന്ദുക്കളുടെ ഒരു കൂട്ടായ്മ എന്ന് വിശേഷിപ്പിച്ചത് ലോർഡ് വിസ്കൗണ്ട് ആണ്. പലതവണ PSC ചോദിച്ചതാണ്. ഭരണഘടനാ നിർമ്മാണ സഭയെ ഹിന്ദുക്കളുടെ ഒരു കൂട്ടായ്മ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ലോർഡ് വിസ്കൗണ്ട് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്യുന്ന സഭയാണ് എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്?
വിൻസ്റ്റൺ ചർച്ചിലാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്യുന്ന സഭയാണ് എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ്. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭയെ ഹിന്ദുക്കളുടെ ഒരു കൂട്ടായ്മ എന്ന് വിശേഷിപ്പിച്ചത് ലോർഡ് വിസ്കൗണ്ട് ആണ്. ഹിന്ദുക്കളുടെ ഒരു കൂട്ടായ്മ എന്ന് വിശേഷിപ്പിച്ചത് ലോർഡ് വിസ്കൗണ്ട് ആണ്. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയെ ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്യുന്ന സഭയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് വിൻസ്റ്റൺ ചർച്ചിലാണ്. അടുത്തത് ഭരണഘടനാ വിമർശനങ്ങൾ. ഭാഷയിലും അർത്ഥത്തിലും 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ തനിപ്പകർപ്പ് എന്ന് വിശേഷിപ്പിച്ചതാരാണ്? എൻ ശ്രീനിവാസനാണ്. ഭാഷയിലും അർത്ഥത്തിലും 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ തനിപ്പകർപ്പ് എന്ന് വിശേഷിപ്പിച്ചതാരാണ്? എൻ ശ്രീനിവാസനാണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നും നേരിട്ട് ഉരുത്തിരിഞ്ഞതാണ് ഇന്ത്യൻ ഭരണഘടന. മാത്രമല്ല ആക്ടിലെ പല വ്യവസ്ഥകളും ഒരു മാറ്റവും കൂടാതെ അതുപോലെ തന്നെ ഭരണഘടനയിൽ എഴുതി ചേർത്തിരിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? സർ ഐവർ ജെന്നിങ്സ് ആണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നും നേരിട്ട് ഉരുത്തിരിഞ്ഞതാണ് ഇന്ത്യൻ ഭരണഘടന. മാത്രമല്ല ആക്ടിലെ പല വ്യവസ്ഥകളും ഒരു മാറ്റവും കൂടാതെ അതുപോലെ തന്നെ ഭരണഘടനയിൽ എഴുതി ചേർത്തിരിക്കുന്നു എന്ന് വിമർശിച്ചതാരാണ്? ഐവർ ജെന്നിങ്സ് ആണ്. സർ ഐവർ ജെന്നിങ്സ് ആണ്. അടുത്ത വിമർശനം എന്താണ്? ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാനപരമായി പ്രായപൂർത്തി വോട്ടവകാശം കൂടി കൂട്ടിച്ചേർത്ത 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? പി ആർ ദേശ്മുഖ് ആണ്. പി ആർ ദേശ്മുഖ് ആണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. എന്താണ്? ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാനപരമായി പ്രായപൂർത്തി വോട്ടവകാശം കൂടി കൂട്ടിച്ചേർത്ത 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? പി ആർ ദേശ്മുഖ് ആണ്. അതുപോലെ നമുക്ക് വേണ്ടിയിരുന്നത് വീണയുടെയും സിത്താറിന്റെയും സംഗീതമല്ല, പക്ഷേ നമുക്ക് ലഭിച്ചത് ഒരു ഇംഗ്ലീഷ് ബാൻഡിന്റെ സംഗീതമാണ് എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? കെ ഹനുമന്തയ്യാണ്. ഇത് മുമ്പ് പലതവണ PSC ചോദിച്ചതാണ്. നമുക്ക് വേണ്ടിയിരുന്നത് വീണയുടെയും സിത്താറിന്റെയും സംഗീതമായിരുന്നു, പക്ഷേ നമുക്ക് ലഭിച്ചത് ഒരു ഇംഗ്ലീഷ് ബാൻഡിന്റെ സംഗീതമാണ് എന്നിങ്ങനെ ഭരണഘടനയെ വിമർശിച്ചതാരാണ്? കെ ഹനുമന്തയ്യാണ്. കെ ഹനുമന്തയ്യ. പാശ്ചാത്യ അടിമത്തത്തിന്റെ അനുകരണം. അതുമാത്രമല്ല ഇത് പാശ്ചാത്യ ലോകത്തോടുള്ള അടിമത്വപരമായ കീഴടങ്ങൽ കൂടിയാണ് എന്ന് ഇന്ത്യൻ ഭരണഘടനയെ വിമർശിച്ചത് ലോക്നാഥ് മിശ്രയാണ്. എന്താണ്? പാശ്ചാത്യ അടിമത്വത്തിന്റെ അനുകരണം. അതുമാത്രമല്ല ഇത് പാശ്ചാത്യ ലോകത്തോടുള്ള അടിമത്വപരമായ കീഴടങ്ങൽ കൂടിയാണ് എന്ന് ഭരണഘടനയെ വിമർശിച്ചതാരാണ്? ലോക്നാഥ് മിത്രയാണ്. എത്തരത്തിലുള്ള ഒരു ഭരണഘടനയാണോ ഗാന്ധിജി ഒരിക്കലും ആവശ്യപ്പെടാത്തതും സങ്കല്പിക്കാത്തതും അത്തരത്തിലുള്ള ഒന്നിന്റെ തനിപ്പകർപ്പാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? കെ ഹനുമന്തയ്യാണ്. എത്തരത്തിലുള്ള ഒരു ഭരണഘടനയാണോ ഗാന്ധിജി ഒരിക്കലും ആവശ്യപ്പെടാത്തതും സങ്കല്പിക്കാത്തതും അത്തരത്തിലുള്ള ഒന്നിന്റെ തനിപ്പകർപ്പാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് അഭിപ്രായപ്പെട്ടത് കെ ഹനുമന്തയ്യാണ്. അപ്പോൾ കെ ഹനുമന്തയുടെ മറ്റൊരു വിമർശനം നേരത്തെ നമ്മൾ നോക്കി. നമുക്ക് വേണ്ടിയിരുന്നത് വീണയുടെയും സിത്താറിന്റെയും സംഗീതമായിരുന്നു, പക്ഷേ നമുക്ക് ലഭിച്ചിരുന്നത് ഒരു ഇംഗ്ലീഷ് ബാൻഡിന്റെ സംഗീതമാണ് എന്ന് വിമർശിച്ചതും ആരാണ്? കെ ഹനുമന്തയ്യാണ്. ഇത് PSC പലതവണ ചോദിച്ചതാണ്, അതൊന്ന് ഓർത്തു വെക്കുക. അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭ നേരിട്ട പ്രധാന വിമർശനങ്ങൾ എന്തൊക്കെയാണ്? കോൺഗ്രസ് ആധിപത്യം, ഭരണഘടനാ നിർമ്മാണത്തിന് അനാവശ്യമായ കാലതാമസം ഉണ്ടായി, എന്താണ്? ഹിന്ദു മേധാവിത്വം, പിന്നെ നിയമജ്ഞരുടെയും രാഷ്ട്രീയക്കാരുടെയും മേധാവിത്വം, അതുപോലെ ഭരണഘടനാ നിർമ്മാണ സമിതി പരമാധികാര സഭയല്ല, അതുപോലെ ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് സർവ്വജന പ്രാതിനിധ്യമില്ല എന്നിവയൊക്കെയാണ് ഭരണഘടനാ നിർമ്മാണ സഭ നേരിട്ട പ്രധാന വിമർശനങ്ങൾ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് ഭരണഘടനാ നിർമ്മാണ സഭയെ വിമർശിച്ചവർ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇത് ഭരണഘടന നേരിട്ട പ്രധാന വിമർശനങ്ങളാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭ നേരിട്ട പ്രധാന വിമർശനങ്ങളാണ് ഇത്. കോൺഗ്രസ് ആധിപത്യം, ഭരണഘടനാ നിർമ്മാണത്തിന് അനാവശ്യമായ കാലതാമസം ഉണ്ടായി, ഹിന്ദു മേധാവിത്വം, നിയമജ്ഞരുടെയും രാഷ്ട്രീയക്കാരുടെയും മേധാവിത്വം, ഭരണഘടനാ നിർമ്മാണ സമിതി പരമാധികാര സഭയല്ല, ഭരണഘടനാ നിയമനിർമ്മാണ സമിതിക്ക് സർവ്വജന പ്രാതിനിധ്യമില്ല. അടുത്തത് ഇന്ത്യൻ ഭരണഘടന വിവിധ രാജ്യങ്ങളിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ ഏതൊക്കെയാണ്? ആദ്യം ബ്രിട്ടനിൽ നിന്നും
ഇന്ത്യ കടമെടുത്ത ആശയങ്ങളാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണത്. നിരവധി PSC പരീക്ഷകൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു 15ഓളം കാര്യങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ബ്രിട്ടനിൽ നിന്ന് 15ഓളം ആശയങ്ങളാണ് പ്രധാനമായിട്ടും ഇന്ത്യ കടമെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനതൊന്ന് വായിക്കാം. 1. ഏകപൗരത്വം. 2. നിയമവാഴ്ച, നിയമസമത്വം, നിയമനിർമ്മാണം, പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥ, അതുപോലെ തിരഞ്ഞെടുപ്പ് സംവിധാനം, ദ്വിമണ്ഡല സമ്പ്രദായം, സ്പീക്കർ പദവി, പാർലമെന്ററി കമ്മിറ്റികൾ, ക്യാബിനറ്റ് സമ്പ്രദായം, പ്രധാനമന്ത്രി പദവി, കൂട്ടുത്തരവാദിത്വം, അതുപോലെ നാമമാത്രമായ അധികാരമുള്ള രാഷ്ട്രത്തലവൻ, അതുപോലെ റിട്ടുകൾ, അതുപോലെ CAG. ഇത്രയും ആശയങ്ങളാണ് പ്രധാനമായിട്ടും ബ്രിട്ടനിൽ നിന്നും ഇന്ത്യ കടമെടുത്ത ആശയങ്ങൾ. എന്തൊക്കെയാണ്? ഏകപൗരത്വം, നിയമവാഴ്ച, നിയമസമത്വം, നിയമനിർമ്മാണം, പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥ, തിരഞ്ഞെടുപ്പ് സംവിധാനം, ദ്വിമണ്ഡല സമ്പ്രദായം, സ്പീക്കർ പദവി, പാർലമെന്ററി കമ്മിറ്റികൾ, ക്യാബിനറ്റ് സമ്പ്രദായം, പ്രധാനമന്ത്രി പദവി, കൂട്ടുത്തരവാദിത്വം, നാമമാത്രമായ അധികാരമുള്ള രാഷ്ട്രത്തലവൻ, പിന്നെന്താണ്? റിട്ടുകൾ, പിന്നെ CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഏകപൗരത്വം, നിയമവാഴ്ച, നിയമസമത്വം, നിയമനിർമ്മാണം, പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥ, ദ്വിമണ്ഡല സമ്പ്രദായം, തിരഞ്ഞെടുപ്പ് സംവിധാനം, സ്പീക്കർ പദവി, പാർലമെന്ററി കമ്മിറ്റികൾ, ക്യാബിനറ്റ് സമ്പ്രദായം, പ്രധാനമന്ത്രി പദവി, കൂട്ടുത്തരവാദിത്വം, അതുപോലെ നാമമാത്രമായ അധികാരമുള്ള രാഷ്ട്രത്തലവൻ, റിട്ടുകൾ, CAG. ഒന്നുകൂടെ പറയാം. ബ്രിട്ടനിൽ നിന്നും ഇന്ത്യ കടമെടുത്ത ആശയങ്ങൾ എന്തൊക്കെയാണ്? ഏകപൗരത്വം, നിയമവാഴ്ച, നിയമസമത്വം, നിയമനിർമ്മാണം, പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥ, തിരഞ്ഞെടുപ്പ് സംവിധാനം, ദ്വിമണ്ഡല സമ്പ്രദായം, സ്പീക്കർ പദവി, പാർലമെന്ററി കമ്മിറ്റികൾ, ക്യാബിനറ്റ് സമ്പ്രദായം, അതുപോലെ പ്രധാനമന്ത്രി പദവി, കൂട്ടുത്തരവാദിത്വം, നാമമാത്രമായ അധികാരമുള്ള രാഷ്ട്രത്തലവൻ, പിന്നെ റിട്ടുകൾ, CAG. അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഓർത്ത് വെച്ചോ. 100% LGS പരീക്ഷയ്ക്ക് ഈ ഭാഗത്തുനിന്ന് 1-2 ചോദ്യങ്ങൾ ഉണ്ടാവും. അടുത്തത് അമേരിക്കയിൽ നിന്നും കടമെടുത്ത പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണ്? ലിഖിത ഭരണഘടന, ആമുഖം, നിയമത്തിന്റെ തുല്യ പരിരക്ഷ, പിന്നെന്താണ്? സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്, ഉപരാഷ്ട്രപതി എന്ന പദവി എന്നിവയൊക്കെയാണ്. അതുപോലെ മൗലിക അവകാശം, അതും അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ്. ഞാനിവിടെ കൊടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്തൊക്കെയാണ് അമേരിക്കയിൽ നിന്നും ഇന്ത്യ കടമെടുത്ത ആശയങ്ങൾ? ലിഖിത ഭരണഘടന, ആമുഖം, നിയമത്തിന്റെ തുല്യ പരിരക്ഷ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്, ഉപരാഷ്ട്രപതി എന്ന പദവി, പിന്നെന്താണ്? മൗലിക അവകാശം. എന്തൊക്കെയാണ് മൗലിക അവകാശം? ലിഖിത ഭരണഘടന, ആമുഖം, നിയമത്തിന്റെ തുല്യ പരിരക്ഷ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്, ഉപരാഷ്ട്രപതി എന്ന പദവി. അപ്പോൾ അമേരിക്കയിൽ നിന്നും ഇന്ത്യ കടമെടുത്ത ആശയങ്ങൾ എന്തൊക്കെയാണ്? 1. മൗലിക അവകാശം, 2. ലിഖിത ഭരണഘടന, 3. ആമുഖം, 4. നിയമത്തിന്റെ തുല്യ പരിരക്ഷ, 5. സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ, 6. ജുഡീഷ്യൽ റിവ്യൂ, 7. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്, പിന്നെന്താണ്? ഉപരാഷ്ട്രപതി എന്ന പദവി. അപ്പം അമേരിക്കയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളാണ് ഇതൊക്കെ. ഒന്നും കൂടെ പറയാം. 1. മൗലിക അവകാശം, ലിഖിത ഭരണഘടന, ആമുഖം, നിയമത്തിന്റെ തുല്യ പരിരക്ഷ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ, പിന്നെന്താണ്? രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്, പിന്നെന്താണ്? ഉപരാഷ്ട്രപതി എന്ന പദവി. അടുത്തത് എന്താണ്? കാനഡയിൽ നിന്നും ഇന്ത്യ കടമെടുത്ത ആശയങ്ങൾ ഏതൊക്കെയാണ്? യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന ആശയവും, പിന്നെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്. PSC നിരന്തരം ചോദിക്കുന്നതാണ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും ഏത് രാജ്യത്ത് നിന്ന് കടമെടുത്തതാണ്? കാനഡയിൽ നിന്ന് കടമെടുത്തതാണ്. പിന്നെന്താണ്? അവശിഷ്ടാധികാരങ്ങൾ. ഇതും PSC ചോദിച്ചതാണ്. കാനഡയിൽ നിന്നും കടമെടുത്തതാണ്. പിന്നെ സംസ്ഥാന ഗവർണർമാരെ കേന്ദ്രം നിയമിക്കുന്നു എന്ന ആശയവും കാനഡ ഗവൺമെന്റിൽ നിന്നും ഇന്ത്യ കടമെടുത്തതാണ്. അപ്പോൾ യൂണിയൻ ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്സ് എന്ന ആശയവും യൂണിയൻ ലിസ്റ്റും
സ്റ്റേറ്റ് ലിസ്റ്റും അവശിഷ്ടാധികാരങ്ങളും പിന്നെന്താണ് സംസ്ഥാന ഗവർണർമാരെ കേന്ദ്രം നിയമിക്കുന്നു എന്നുള്ള ആശയവും ഇന്ത്യ കാനഡയിൽ നിന്നും കടമെടുത്തതാണ്. അടുത്തത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തവ. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. മാർഗനിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ്? അയർലാൻഡിൽ നിന്നാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ്? അയർലാൻഡിൽ നിന്നാണ്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് എവിടെ നിന്നാണ്? അതും അയർലാൻഡിൽ നിന്നാണ്. അപ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ്? അയർലാൻഡിൽ നിന്നാണ്. അതുപോലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും അയർലാൻഡിൽ നിന്നാണ്. പിന്നെ രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം, ഇതും എവിടുന്ന് കടമെടുത്തതാണ്? അയർലാൻഡിൽ നിന്നും കടമെടുത്തതാണ്. എന്താണ് രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം, ഇത് കടമെടുത്തത് എവിടുന്നാണ്? ഈ ഒരു ആശയം കടമെടുത്തത് അയർലാൻഡിൽ നിന്നാണ്. അപ്പം അയർലാൻഡിൽ നിന്നും കടമെടുത്ത 3 ആശയങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട 3 ആശയങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് മാർഗനിർദ്ദേശക തത്വങ്ങൾ, പിന്നെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, പിന്നെ രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. ഇത് 3ഉം കടമെടുത്തിരിക്കുന്നത് അയർലാൻഡിൽ നിന്നാണ്. പിന്നെന്താണ്? രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ്, ഇത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് കടമെടുത്തത്. പിന്നെ ഭരണഘടന ഭേദഗതി, ഇതും ദക്ഷിണാഫ്രിക്കയാണ്. അപ്പോൾ രാജ്യസഭയിലേക്ക് അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് എന്ന ആശയം കടമെടുത്തത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഭരണഘടന ഭേദഗതി എവിടെ നിന്നാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. പിന്നെന്താണ്? കൺകറന്റ് ലിസ്റ്റ് എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. കൺകറന്റ് ലിസ്റ്റ് എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. പാർലമെന്ററി സംയുക്ത സമ്മേളനം, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. പിന്നെന്താണ്? വ്യവസായ വാണിജ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം എന്ന ആശയവും ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. എന്താണ്? വ്യവസായ വാണിജ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം എന്ന ആശയവും ഇന്ത്യ കടമെടുത്തത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. അപ്പം ഏതൊക്കെയാണ് ഓസ്ട്രേലിയയിൽ നിന്ന് കടമെടുത്തത്? കൺകറന്റ് ലിസ്റ്റ്, PSC നിരന്തരം ചോദിക്കുന്ന ചോദ്യമാണ്. കൺകറന്റ് ലിസ്റ്റ് ഏത് രാജ്യത്തു നിന്ന് കടമെടുത്തതാണ്? അത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനവും ഓസ്ട്രേലിയയാണ്. അതുപോലെ വ്യവസായ വാണിജ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം എന്ന ആശയവും ഓസ്ട്രേലിയയിൽ നിന്ന് കടമെടുത്ത ആശയമാണ്. അടുത്തത് ഗവർണർ പദവി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. ഗവർണർ പദവി ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏതിൽ നിന്നാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്ന് പറയുന്ന ആക്ടിൽ നിന്നാണ് കടമെടുത്തത്. പിന്നെ ഫെഡറൽ സിസ്റ്റം എവിടെ നിന്നാണ്? ഇതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്ന് കടമെടുത്ത ആശയമാണ്. പിന്നെന്താണ്? പബ്ലിക് സർവീസ് കമ്മീഷൻ, അതുപോലെ അടിയന്തരാവസ്ഥ എന്ന ആശയവും ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നും കടമെടുത്ത ആശയങ്ങൾ ഗവർണർ പദവി, ഫെഡറൽ സിസ്റ്റം, പബ്ലിക് സർവീസ് കമ്മീഷൻ, അടിയന്തരാവസ്ഥ എന്നീ ആശയങ്ങളൊക്കെ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. പിന്നെ അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദാക്കൽ, ഈ ഒരു ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെയാണ്? വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനി, ജർമ്മനിയിൽ നിന്ന് കടമെടുത്ത ആശയമാണ്. വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനി, ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്തതാണ് ഈ ഒരു ആശയം. എന്താണ്? അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദാക്കൽ എന്ന് പറയുന്ന ഈ ഒരു ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനി. അതുപോലെ മൗലിക കടമകൾ ഇന്ത്യ കടമെടുത്തത് റഷ്യയിൽ നിന്നാണ്. മൗലിക കടമകളും അതുപോലെ ആസൂത്രണവും പഞ്ചവത്സര പദ്ധതികളും പിന്നെന്താണ്? സാമ്പത്തിക നീതി, സാമൂഹ്യനീതി, രാഷ്ട്രീയ നീതി എന്നീ ആശയങ്ങൾ, ഈ 3 ആശയങ്ങളും ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. മൗലിക കടമകൾ, ആസൂത്രണവും പഞ്ചവത്സര പദ്ധതികളും, പിന്നെ സാമ്പത്തിക നീതി, സാമൂഹിക നീതി, രാഷ്ട്രീയ നീതി, ഈ 3 ആശയങ്ങളും ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. പിന്നെന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയം കടമെടുത്തത് എവിടെ നിന്നാണ്? ഫ്രാൻസിൽ നിന്നാണ്. റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തതും ഫ്രാൻസിൽ നിന്നാണ്. അപ്പം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, റിപ്പബ്ലിക് എന്നീ ആശയങ്ങൾ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയം എവിടെ നിന്നാണ്? ഫ്രാൻസിൽ നിന്നാണ്. റിപ്പബ്ലിക് എന്ന ആശയവും എവിടെ നിന്നാണ്? ഫ്രാൻസിൽ നിന്നാണ്. അടുത്തത്
നിയമസ്ഥാപിതമായ വ്യവസ്ഥ എന്ന ആശയം കടമെടുത്തത് ജപ്പാനിൽ നിന്നാണ്. നിയമസ്ഥാപിതമായ വ്യവസ്ഥ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ജപ്പാനിൽ നിന്നാണ്. അടുത്ത് നോക്കുന്നത് ഇന്ത്യയിലെ ആദ്യ മന്ത്രിസഭയാണ്. പ്രധാനമന്ത്രി, വിദേശകാര്യം എന്നിവ കൈകാര്യം ചെയ്തത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. PSC മുമ്പൊക്കെ നിരന്തരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമായിരുന്നു ഈ ഒരു ഭാഗം. PSC ഇനിയും പരീക്ഷകൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും. പ്രധാനമന്ത്രി, വിദേശകാര്യം എന്നിവ കൈകാര്യം ചെയ്തതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. പിന്നെന്താണ്? ഉപപ്രധാനമന്ത്രി, ആഭ്യന്തരം കൈകാര്യം ചെയ്തത് ആരാണ്? അത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇവിടെ മാറിപ്പോയതാണ്, സോറി. സർദാർ വല്ലഭായ് പട്ടേലാണ് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരവും. സർദാർ വല്ലഭായ് പട്ടേൽ. ഉപപ്രധാനമന്ത്രി, ആഭ്യന്തരം കൈകാര്യം ചെയ്തത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അതൊന്ന് ഓർത്ത് വെച്ചോ. ഇവിടെ PDF എഡിറ്റ് ചെയ്യുന്നതിൽ മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ്. പ്രതിരോധം ആരാണ്? സർദാർ ബൽദേവ് സിംഗ് ആണ്. പ്രതിരോധം ആരാണ്? സർദാർ ബൽദേവ് സിംഗ് ആണ്. ധനകാര്യം ആരാണ്? RK ഷൺമുഖം ചെട്ടിയാണ്. ധനകാര്യം ആരാണ് കൈകാര്യം ചെയ്തത്? RK ഷൺമുഖം ചെട്ടിയാണ്. നിയമം ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. നിയമമന്ത്രി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. അതുപോലെ റെയിൽവേ ഗതാഗതം ആരാണ്? ജോൺ മത്തായി ആണ്. റെയിൽവേ ഗതാഗതം ആരാണ്? ജോൺ മത്തായി ആണ്. അതുപോലെ വ്യവസായം ആരാണ്? ശ്യാമപ്രസാദ് മുഖർജിയാണ്. വ്യവസായം ആരാണ്? ശ്യാമപ്രസാദ് മുഖർജിയാണ്. അതുപോലെ പൊതുമരാമത്ത്, ഖനി, ഊർജം എന്നിവ കൈകാര്യം ചെയ്തത് NV ഗാഡ്ഗിലാണ്. പൊതുമരാമത്ത്, ഖനി, ഊർജം എന്നിവ കൈകാര്യം ചെയ്തത് ആരാണ്? NV ഗാഡ്ഗിലാണ്. അതുപോലെ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തത് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ആരോഗ്യം ആരാണ്? രാജ്കുമാരി അമൃത് കൗർ ആണ്. അതുപോലെ കൃഷി ഭക്ഷ്യ വകുപ്പ് കൈകാര്യം ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ ആരാണ്? RA കിദ്വായി ആണ്. തൊഴിൽ ജഗ്ജീവൻ റാം ആണ്. അതുപോലെ വാണിജ്യം ആരാണ്? CH ഭാബയാണ്. സ്വതന്ത്ര ചുമതല ആരാണ്? N ഗോപാലസ്വാമി അയ്യങ്കാർ ആണ്. അപ്പോൾ ഇതാണ് ആദ്യ മന്ത്രിസഭ. അപ്പോൾ ഇത് എന്തായാലും ഒന്ന് ഓർത്ത് വെച്ചോ. ഞാൻ ഒന്നും കൂടി പറയാം. പ്രധാനമന്ത്രി, വിദേശകാര്യം ജവഹർലാൽ നെഹ്റു. ഉപപ്രധാനമന്ത്രി, ആഭ്യന്തരം ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. പട്ടേലാണ്, ഇവിടെ എഴുതിയത് മാറിപ്പോയതാണ്. ഉപപ്രധാനമന്ത്രി, ആഭ്യന്തരം ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അതുപോലെ പ്രതിരോധം സർദാർ ബൽദേവ് സിംഗ് ആണ്. ധനകാര്യം RK ഷൺമുഖം ചെട്ടിയാണ്. നിയമം ഡോക്ടർ BR അംബേദ്കർ ആണ്. പിന്നെന്താണ്? ഡോക്ടർ BR അംബേദ്കർ. അതുപോലെ റെയിൽവേ ഗതാഗതം ആരാണ്? ജോൺ മത്തായി ആണ്. വ്യവസായം ശ്യാമപ്രസാദ് മുഖർജിയാണ്. പിന്നെ പൊതുമരാമത്ത്, അതുപോലെ ഖനി, ഊർജം എന്നിവ കൈകാര്യം ചെയ്തത് NV ഗാഡ്ഗിലാണ്. അതുപോലെ വിദ്യാഭ്യാസം ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ആരോഗ്യം രാജ്കുമാരി അമൃത് കൗർ ആണ്. കൃഷി ഭക്ഷ്യ വകുപ്പ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. കമ്മ്യൂണിക്കേഷൻ ആരാണ്? RA കിദ്വായി ആണ്. തൊഴിൽ ആരാണ്? ജഗ്ജീവൻ റാം ആണ്. വാണിജ്യം CH ഭാബയാണ്. സ്വതന്ത്ര ചുമതല ആരാണ്? N ഗോപാലസ്വാമി അയ്യങ്കാർ ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഏവർക്കും വിജയാശംസകൾ നേരുന്നു. ഗുഡ് ബൈ.